കാർഷിക ലോകത്തെ വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴയിൽ കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടി. നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി 110 കോടി രൂപയുടെ അടിയന്തര സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഴയും വെള്ളപ്പൊക്കവും കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് കനത്ത നാശമാണ് വരുത്തിയിരിക്കുന്നത്. പ്രാഥമിക കണക്കനുസരിച്ച് സംസ്ഥാനത്തെ കൃഷിനാശം 99,29,00,000 രൂപയായി. 36,829 കർഷകരെയാണ് ഇതുവരെ മഴക്കെടുതി ബാധിച്ചത്. 3,264 ഹെക്ടർ കൃഷിയിടങ്ങളിലാണ് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനായി 100 കോടി രൂപയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനും കൃഷി പുനരാരംഭിക്കാനും 10 കോടി രൂപയും ഉൾപ്പെടെ ആകെ 110 കോടി രൂപയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാശനഷ്ടം ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രളയബാധിത മേഖലകളിൽ മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ മണ്ണ് പരിശോധനാ സംവിധാനങ്ങളും ഒരുക്കും. കേന്ദ്ര സംഘത്തെ കേരളത്തിലെത്തിച്ച് നാശനഷ്ടം നേരിട്ട് വിലയിരുത്തണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വീണ്ടും പ്രതീക്ഷയുടെ കാലം. രാജ്യാന്തര വിപണിയെ മറികടന്ന് സംസ്ഥാനത്തെ റബ്ബർ വില ഉയർന്നു. കേരളത്തിലെ റബ്ബർ വിപണിയിൽ വീണ്ടും ഉണർവ്. RSS 4 ഗ്രേഡ് റബ്ബറിന് കിലോയ്ക്ക് ഏകദേശം 284 രൂപയാണ് നിലവിലെ വില. അന്താരാഷ്ട്ര വിപണിയിലെ നിരക്കിനേക്കാൾ ഉയർന്നതാണിത്. ബാങ്കോക്ക് വിപണിയിൽ വില ഏകദേശം 270 രൂപയിലാണ്. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില സമ്മർദ്ദത്തിലാണെങ്കിലും ഇന്ത്യയിലെ ശക്തമായ ആഭ്യന്തര ഡിമാൻഡും ടയർ വ്യവസായത്തിന്റെ മുന്നേറ്റവുമാണ് കേരളത്തിലെ വില പിടിച്ചു നിർത്തുന്നത്. ആഭ്യന്തര ഉൽപാദനം ആവശ്യത്തിന് ഉയരാത്തതും ഇറക്കുമതി ചെലവ് കൂടിയതും നാടൻ റബ്ബറിന് അനുകൂലമായി. അതേസമയം മികച്ച വിലയ്ക്കൊപ്പം ഈ വർഷത്തെ അനുകൂല മഴയും കാലാവസ്ഥയും റബ്ബർ മരങ്ങളുടെ വളർച്ചയ്ക്കും ലാറ്റക്സ് ഉൽപാദനത്തിനും സഹായകരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ ടാപ്പിംഗ് നിർത്തിയിരുന്ന ചെറുകിട കർഷകരടക്കം വീണ്ടും തോട്ടങ്ങളിലേക്ക് മടങ്ങുകയാണ്. കിലോയ്ക്ക് 250 രൂപയുടെ അടിസ്ഥാന വില ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഉൽപാദന പ്രോത്സാഹന പദ്ധതിയും കർഷകർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണവിപണിയെ ലക്ഷ്യമിട്ട് കാന്തല്ലൂരിൽ നിന്നെത്തിയിരുന്ന ശീതകാല പച്ചക്കറികൾ ഇത്തവണ ഉണ്ടാകില്ല. കർഷകർ പച്ചക്കറി കൃഷി ഉപേക്ഷിച്ച് വെളുത്തുള്ളി കൃഷിയിലേക്ക് വ്യാപകമായി മാറിയതാണ് കാരണം. ഓണക്കാലത്ത് കേരളത്തിന്റെ പ്രധാന ശീതകാല പച്ചക്കറി ഉൽപാദന കേന്ദ്രമായ കാന്തല്ലൂരിൽ നിന്നും ഇത്തവണ വിപണികളിലേക്ക് കാര്യമായ പച്ചക്കറി എത്തില്ല. ഒരു കാലത്ത് പെരുമല, പുത്തൂർ, ഗുഹനാഥപുരം, കുളച്ചിവയൽ തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായിരുന്ന പച്ചക്കറി കൃഷി ഇപ്പോൾ നാമമാത്രമായി. ഭൂരിഭാഗം കർഷകരും വെളുത്തുള്ളി കൃഷിയിലേക്കാണ് മാറിയത്. ഹോർട്ടികോർപ്പും VFPCKയും ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളുടെ പിന്തുണ നിലച്ചതും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ പച്ചക്കറികൾക്കുള്ള 20 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഇന്ന് ലഭിക്കാത്തതും കർഷകരെ പച്ചക്കറി കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ന്യായവില ലഭിക്കാത്തതും വിപണി കണ്ടെത്താനാകാത്തതും ഇടനിലക്കാരുടെ ചൂഷണവും പ്രതിസന്ധി രൂക്ഷമാക്കി. മുൻകാലങ്ങളിലെ പച്ചക്കറി കൃഷിയുടെ 10% പോലും ഇപ്പോൾ ഇല്ലെന്നാണ് കർഷകർ പറയുന്നത്. അതേസമയം ഓണവിപണിക്കായി തമിഴ്നാട്ടിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിക്കുന്നതിനാലാണ് ഹോർട്ടികോർപ്പിന്റെ ശ്രദ്ധയെന്നും ഇതുമൂലം പ്രാദേശിക കർഷകർ കൂടുതൽ അവഗണിക്കപ്പെടുകയാണെന്നും അവർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.